ആനീസ് ലോഗോ സ്റ്റഡി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറിന്തോസ്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം 10-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ. ചോദ്യം 1. അടുത്തായിരിക്കുമ്പോൾ പൗലോസ്ലീഹ എങ്ങനെയുള്ളവനാണെന്നാണ് പറയുന്നത്? ഉത്തരം വിനീതൻ. 2. അകന്നിരിക്കുമ്പോൾ പൗലോസ്ലീഹ എങ്ങനെയുള്ളവനാണെന്നാണ് പറയുന്നത്? ഉത്തരം തൻ്റെടി. 3. 10-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 18 വാക്യങ്ങൾ. 4. 10-ാം അധ്യായത്തിൻ്റെ ശീർഷകമെന്ത്? ഉത്തരം പൗലൂസിൻ്റെ ന്യായവാദം. 5. എന്തിൻ്റെ പേരിലാണ് പൗലോസ്ലീഹ കൊറിന്തോസ്കാരോട് അഭ്യർത്ഥിക്കുന്നത്? ഉത്തരം ക്രിസ്തുവിൻ്റെ സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിൽ. 6. കൊറിന്തോസ്കാരെ ചിലർ എങ്ങനെയാണ് കരുതുന്നത്? ഉത്തരം ജഡികന്മാരായി. 7. ജഡികന്മാരായി കരുതുന്നവരെ എങ്ങനെ നേരിടാമെന്ന ആത്മവിശ്വാസമാണ് പൗലോസ്ലീഹായ്ക്കുള്ളത്? ഉത്തരം ധീരമായി. 8. കൊറിന്തോസ്കാരെ അടുത്ത് വരുമ്പോൾ എന്ത് പ്രകടിപ്പിക്കാൻ ഇടവരുത്തരുതേ എന്നാണ് പൗലോസ്ലീഹ അഭ്യർത്ഥിക്കുന്നത്? ഉത്തരം ധൈര്യം. 9. ആരുടെ അടുത്ത് വരുമ്പോൾ എൻ്റെ ധൈര്യം പ്രകടിപ്പിക്കാൻ ഇടവരുത്തരുതേ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം കൊറിന്തോസ്കാരുടെ. 10. ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും എന്ത് പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ജഡിക പോരാട്ടമല്ല. 11. ഞങ്ങളുടെ സമരായുധങ്ങൾ എന്തല്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ജഡികമല്ല. 12. ഞങ്ങളുടെ സമരായുധങ്ങൾ ആരിൽ ശക്തങ്ങളാണ്? ഉത്തരം ദൈവത്തിൽ. 13. ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല, ദൈവത്തിലവ ശക്തങ്ങളാണ്. എന്തിന്? ഉത്തരം ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ. 14. 2 കൊറിന്തോസ് 10-ാം അധ്യായം 5-ാം വാക്യപ്രകാരം എന്തെല്ലാം തകർക്കുമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദത്യപൂർണമായ പ്രതിബന്ധങ്ങളെയും. 15. എന്തിനു വേണ്ടിയാണ് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുന്നത്? ഉത്തരം ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന്. 16. ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എന്ത് ചെയ്യുമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുമെന്ന്. 17. നിങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നവരായതിന് ശേഷം എന്തിനെ പൗലോസ്ലീഹ സന്നദ്ധരായിരിക്കുമെന്നാണ് പറയുന്നത്? ഉത്തരം അനുസരിക്കാത്തവരെ ശിക്ഷിക്കാൻ. 18. അനുസരിക്കാത്തവരെ ശിക്ഷിക്കാൻ ഞങ്ങൾ സന്നദ്ധരായിരിക്കുന്നത് എപ്പോഴാണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം നിങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നവരായതിന് ശേഷം. 19. നിങ്ങൾ എന്ത് കാണുകയെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം കൺമുമ്പിലുള്ളത്. 20. ആരെങ്കിലും താൻ ക്രിസ്തുവിനുള്ളവനാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നുവെങ്കിൽ എന്ത് മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ഞങ്ങളും അവനെ പോലെ ക്രിസ്തുവിനുള്ളവനാണെന്ന്. 21. ഞങ്ങളും അവനെ പോലെ ക്രിസ്തുവിനുള്ളവരാണെന്ന് മനസ്സിലാക്കേണ്ടത് ആരാണ്? ഉത്തരം ആരെങ്കിലും താൻ ക്രിസ്തുവിനുള്ളവനാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നെങ്കിൽ അവൻ. 22. എന്തിനെപ്പറ്റി ഞാൻ കുറച്ചധികം പ്രശംസിച്ചാലും അതിലെനിക്ക് ലജ്ജിക്കാനില്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ഞങ്ങളുടെ അധികാരത്തെ പറ്റി. 23. ഞങ്ങളുടെ അധികാരത്തെപ്പറ്റി ഞാൻ കുറച്ചധികം പ്രശംസിച്ചാലും അതിലെനിക്ക് എന്തില്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ലജ്ജിക്കാൻ ഇല്ല. 24. എന്തിനാണ് കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത്? ഉത്തരം നിങ്ങളെ പടുത്തുയർത്താൻ. എന്തിനല്ല കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത് എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം നശിപ്പിക്കാനല്ല. 26. നിങ്ങളെ പടുത്തുയർത്താനാണ്
നശിപ്പിക്കാനല്ല കർത്താവ് ഡാഷ് നൽകിയിരിക്കുന്നത്. 10-ാം അധ്യായം 8-ാം വാക്യപ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം അധികാരം. 27 നിങ്ങളെന്നെ എങ്ങനെ കണക്കാക്കരുതെന്നാണ് പൗലോസ്ലീഹ കൊറിന്തോസുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ലേഖനത്തിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായി. 28 പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ എപ്രകാരമുള്ളതാണെന്നാണ് 10-ാം അധ്യായം 10-ാം വാക്യപ്രകാരം പറയുന്നത്. ഉത്തരം ലേഖനങ്ങൾ ഈടുറ്റതും ശക്തവുമാണ്. 29 പൗലോസ്ലീഹായുടെ ശാരീരിക സാന്നിധ്യം എപ്രകാരമുള്ളതാണ്? ഉത്തരം അശക്തമാണ്. 30 പൗലോസ്ലീഹായുടെ ഭാഷണം എപ്രകാരമുള്ളതാണ്? ഉത്തരം ഭാഷണം മനസ്സിൽ ഏശാത്തത്. 31 അടുത്തായിരിക്കുമ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്താണെന്നാണ് പൗലോസ്ലീഹ 10-ാം അധ്യായം 11-ാം വാക്യപ്രകാരം പറയുന്നത്. ഉത്തരം അകലെയായിരിക്കുമ്പോൾ ലേഖനത്തിലൂടെ പറയുന്നത് തന്നെയാണ്. 32 ആരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഉത്തരം ആത്മപ്രശംസ നടത്തുന്നവരുടെ. 33 പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികൾ ആരാണ്? ഉത്തരം ആത്മപ്രശംസ നടത്തുന്നവർ. 34 ആത്മപ്രശംസ നടത്തുന്നവർ ആരാണെന്നാണ് പൗലോസ്ലീഹായുടെ അഭിപ്രായം? ഉത്തരം പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികൾ. 35 ഞങ്ങൾ എങ്ങനെ ആത്മപ്രശംസ ചെയ്യുകയില്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം അതിര് കടന്ന്. 36 ആത്മപ്രശംസ ചെയ്യുന്നതിൽ പൗലോസിനും കൂട്ടർക്കും പരിധി നിശ്ചയിച്ച് നൽകിയിട്ടുള്ളത് ആർ? ഉത്തരം ദൈവം. 37 ആ പരിധിയിൽ നിങ്ങളും ഉൾപ്പെടുന്നു. ഈ വാക്യത്തിലെ നിങ്ങൾ ആരാണ്? ഉത്തരം കൊറിന്തോസുകാർ. 38 ആരെ പോലെ കൈയെത്തിച്ച് പിടിക്കാൻ ഉദ്യമിക്കുക അല്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഉത്തരം നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ലാത്തവരെ പോരെ. 39 ആരുടെ സുവിശേഷവുമായി നിങ്ങളുടെ അടുത്ത് വന്നത് ഞങ്ങളാണല്ലോ എന്നാണ് പൗലോസ്ലീഹ കൊറിന്തോസുകാരോട് പറയുന്നത്. ഉത്തരം ക്രിസ്തുവിൻ്റെ. 40 എന്തുമായി കൊറിന്തോസുകാരുടെ അടുത്ത് വന്നത് ഞങ്ങളാണല്ലോ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി. 41 എന്ത് സ്വായത്തമാക്കി അതിര് കവിഞ്ഞ് അഹങ്കരിക്കുന്നവരല്ല ഞങ്ങൾ എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. ഉത്തരം അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം. 42 അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം സ്വായത്തമാക്കി അതിര് കവിഞ്ഞ് എന്തു ചെയ്യുന്നവരല്ല ഞങ്ങൾ എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. ഉത്തരം അഹങ്കരിക്കുന്നവരല്ല. 43 കൊറിന്തോസുകാരെ കുറിച്ചുള്ള പൗലോസ്ലീഹായുടെയും കൂട്ടരുടെയും പ്രത്യാശ എന്ത്? ഉത്തരം നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ അധികാരമണ്ഡലം പൂർവോപരി വികസിക്കുമെന്ന്. 44 നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ എന്ത് പൂർവാപരി വികസിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രത്യാശ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഉത്തരം അധികാരമണ്ഡലം. 45 അന്യൻ്റെ വയലിൽ ചെയ്ത ജോലികളെപ്പറ്റി പ്രശംസിക്കാതെ എവിടെ സുവിശേഷം പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ഞങ്ങൾക്കപ്പുറമുള്ള സ്ഥലങ്ങളിൽ. 46 അന്യൻ്റെ വയലിൽ ചെയ്ത ജോലികളെപ്പറ്റി പ്രശംസിക്കാതെ നിങ്ങൾക്കപ്പുറമുള്ള സ്ഥലങ്ങളിൽ എന്ത് പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം സുവിശേഷം പ്രസംഗിക്കാൻ. 47 അഭിമാനിക്കുന്നവർ ആരിൽ അഭിമാനിക്കട്ടെ എന്നാണ് 10-ാം അധ്യായം 17-ാം വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം കർത്താവിൽ. 48 ആരാണ് സ്വീകാര്യൻ എന്നാണ് 10-ാം അധ്യായം 18-ാം വാക്യപ്രകാരം തന്നെ പ്രശംസിക്കുന്നവനല്ല പിന്നെ ആർ പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ? ഉത്തരം കർത്താവ്. എല്ലാവർക്കും നന്ദി.